ഇന്റർവ്യൂവിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ ഷുവർ സക്സസ് ഇൻ ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞ ഈ ബുക്ക് വായിച്ചു. ഇത് എഴുതിയത് ജയാന്ത് നിയോഗി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൽ ഇന്റർവ്യൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ഇന്റർവ്യൂവിനും പോകുമ്പോഴും നമുക്ക് എത്രത്തോളം ആ ജോലി വേണം അത്രത്തോളം ആ കമ്പനിക്കും തന്നെ ഒരു നല്ലൊരു എംപ്ലോയറിനെ കണ്ടെത്തണം. അപ്പോൾ അതും അവരുടെ ഒരു ആവശ്യമാണ്, നമ്മുടെ ആവശ്യം പോലെ തന്നെ. ആ ഒരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പറയാനും അവരുടെ ഇൻ്റർവ്യൂവിൽ ഇമ്പ്രസ് ചെയ്യാനും കഴിയും. സോ ഫസ്റ്റ് ഓഫ് ഓൾ പഞ്ച്വലായിട്ട് കറക്റ്റ് സമയത്ത് പോകുക എന്നുള്ളതാണ്. മിനിമം ഒരു 5 മിനിറ്റെങ്കിലും, മിനിമം അല്ല മാക്സിമം ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ അവിടെ ഇൻ്റർവ്യൂവിന് എത്തണം എന്നുള്ളതാണ്. കാരണം ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂവർ ആണെങ്കിൽ എൻ്റെ ഒരു ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ലേറ്റായിട്ട് വന്നാൽ അത് എനിക്ക് ഇഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ ആ ആൾ ഞാനൊരു കമ്പനിക്ക് അയാൾ എടുത്താൽ അയാൾ കൃത്യസമയത്തിന് തന്നെ എൻ്റെ കമ്പനിയിൽ എത്തുന്നത് എന്താ എനിക്ക് ഉറപ്പ്? അതുകൊണ്ട് പഞ്ച്വാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 5 മിനിറ്റെങ്കിലും മാക്സിമം ലേറ്റ് കറക്റ്റ് സമയത്ത് ഏർലി ആയി തന്നെ എത്തുക. പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ് സെൻസ് തന്നെയാണ്. ഈ അപ്പിയറൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു സ്റ്റഡി നടത്തിയ പ്രകാരം ആദ്യത്തെ ഒരു 55% ഒരാളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ആളുടെ ഡ്രസ്സിങ്ങിലൂടെയാണ്. 55%. അപ്പോൾ തന്നെ നമുക്കൊരു ഇമ്പ്രഷൻ വീണ് കഴിഞ്ഞു. ഒരാൾ വളരെ ബോറായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വളരെ ബോറായിട്ട് അയാൾ ഗ്രൂം ചെയ്തിട്ടില്ലെങ്കിലൊക്കെ, താടിയും കറക്റ്റായിട്ട് ഷേവ് ചെയ്ത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ടൊക്കെ വേണം പോകാൻ. ഇല്ലെങ്കിൽ ആളെക്കുറിച്ച് ആ ഒരു ആദ്യത്തെ 55% ഇമ്പ്രഷൻ തന്നെ മോശമായി പോയി. ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ വളരെ ഫോർമലായിട്ട് വേണം നമ്മൾ പോകാൻ. പറ്റുന്നതും സ്യൂട്ട് ധരിക്കുക. സ്യൂട്ടൊന്നും ഇല്ലാത്തവർക്ക് വളരെ ഫോർമൽ ഡ്രസ്സിങ് ധരിച്ചിട്ട് വേണം പോകാൻ. ഫോർമൽ എന്ന് പറയുമ്പോൾ വളരെ ബ്രൈറ്റ് കളേഴ്സ് ഒന്നും ഇട്ട് പോകരുത്. അതുപോലെ നമ്മുടെ ഡ്രസ്സിലേക്ക് ആയിരിക്കരുത് അവരുടെ ശ്രദ്ധ പോകുന്നത്, നമ്മളിലേക്കും നമ്മളെന്ത് സംസാരിക്കുന്നു എന്നതിലേക്ക് പോകണം. അത്തരത്തിലുള്ള ഡ്രസ്സുകൾ, കൂടുതൽ വർക്കൊന്നും ഇല്ലാത്ത ഡ്രസ്സ് ഇട്ട് പോവുക. പിന്നെ ഒരിക്കലും ജീൻസ് ഒന്നും ഇട്ട് പോകരുത്, അതും ഒരു നോവാണ് ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവരോട് സ്മൈൽ ചെയ്യുക. അതുപോലെ അവർക്ക് ഹാൻഡ് ഷേക്ക് കൊടുക്കുക. ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ അത് വളരെയധികം ഫേമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുക്കണം. എങ്കിൽ ആളുടെ കൈ വേദനിപ്പിക്കാനും പാടില്ല. ആ തരത്തിലുള്ള ഒരു ഹാൻഡ് ഷേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഹാൻഡ് ഷേക്കിന് പോലും ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വളരെ വീക്കായിട്ടാണ് കൈ പിടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഹാൻഡ് ഷേക്കിൽ വരെ വളരെ സ്ട്രോങ് ആയിട്ട് ഹാൻഡ് ഷേക്ക് കൊടുക്കുക. ഒപ്പം ഐ കോണ്ടാക്റ്റ് എപ്പോഴും കീപ്പ് ചെയ്യുക. പോസ്ചർ വളരെ നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയി തന്നെ ഇരിക്കുക. ഐ കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ അത് തുറച്ചു നോട്ടാവരുത്. അതുപോലെ ഒരുപാട് നേരം കണ്ണിലേക്ക് തന്നെ നോക്കരുത്. കണ്ണ് ബ്രേക്കൊക്കെ ചെയ്യാം, അതിന് പ്രശ്നമില്ല. പക്ഷേ ഐ കോണ്ടാക്റ്റ് നിർബന്ധമാണ്. സംസാരിക്കുന്ന സമയത്ത് മാക്സിമം ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്തിട്ട് തന്നെ സംസാരിക്കാൻ ശ്രമിക്കാം. കാരണം ഞാൻ പറഞ്ഞു 55% ഒരാളുടെ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരാളെ കുറിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ആളുടെ ഡ്രസ്സിങ്ങിലാണെന്ന് പറഞ്ഞു. പിന്നെ വരുന്ന 38% ആളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, ആളെക്കുറിച്ച് ജഡ്ജ് ചെയ്യുന്നത് ആളുടെ ബിഹേവിയർ നോക്കിയിട്ടാണ്. എങ്ങനെയാണ് ആളെ ആക്ട് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാൻഡ് ഷേക്ക് എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ കണ്ണുകൾ എങ്ങോട്ടാണ് നോക്കുന്നത്, ഇതൊക്കെ നോക്കിയിട്ടാണ് 38% പിന്നെ ഒരാളെ നമ്മൾ മനസ്സിലാക്കുന്നത്. വെറും 7% മാത്രമാണ് ഒരാൾ പറഞ്ഞത് നോക്കിയിട്ട് നമ്മൾ അയാളെ കുറിച്ച് മനസ്സിലാക്കുന്നത്, അയാളെ കുറിച്ച് ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇൻ്റർവ്യൂവിലെ ഒരു ഇൻ്റർവ്യൂവി ഒരു ഇൻ്റർവ്യൂ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ആ ഇൻ്റർവ്യൂവറിന് ഏകദേശം ഒരു ആദ്യ 4-5 മിനിറ്റിനുള്ളിൽ ആളെക്കുറിച്ച് മൊത്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വെറൊരു ചടങ്ങ് പോലെയാണ്. പിന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, അല്ലേ? മിക്ക ഇൻ്റർവ്യൂവിലും ഒരു 99% ഇൻ്റർവ്യൂവിലും ആദ്യ ചോദ്യം എന്ന് പറഞ്ഞാൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നാണ്. അതിൽ നമ്മൾ ഒരിക്കലും പതറാൻ പാടില്ല. ഒരു 2 മിനിറ്റെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ നമുക്ക് വേണം. അത് ആൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ. എന്നാലേ അതുകൊണ്ട് ആ ഒരു ചോദ്യം നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓരോ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ മാക്സിമം നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇമ്പ്രഷൻ കൊടുക്കുള്ളൂ. നമ്മൾ സത്യമാണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാനും
അതുപോലെ നമ്മളെക്കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനും അത് സഹായിക്കും. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണെന്ന്. അത് പറഞ്ഞതിന് പകരം എനിക്ക് എൻ്റെ ഫേവറേറ്റ് ബുക്ക് ഇതാണ്, കഴിഞ്ഞ വർഷം ഞാൻ ഇത്രത്തോളം ബുക്ക് വായിച്ചു, അങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അത് ഓർക്ക് കുറച്ചും കൂടെ ആ ഇൻ്റർവ്യൂവറിന് കുറച്ചുകൂടി ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. ഓരോ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു കമ്പനിയെ കുറിച്ച് ഒന്ന് പഠിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാനെന്ന് പറയാൻ. അവിടെ ചെയ്യുന്ന ജോലി എന്താണ് എന്നും കൂടി മനസ്സിലാക്കിയാൽ അത്രയും നല്ലത്. എന്നിട്ട് അതിനനുസരിച്ച് ആ ജോലിക്ക് നമ്മൾ സ്യൂട്ടബിൾ ആണെന്ന് അവർക്ക് തോന്നണം. അതിനനുസരിച്ച് ആൻസർ പറയാൻ നമുക്ക് കഴിയണം. മാത്രമല്ല നമ്മൾ ഈ വെയിറ്റിംഗ് ഏരിയയിലേക്ക് ഇരിക്കുമല്ലോ, ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതിന് മുമ്പ് മിക്കവാറും ഒരു വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ച് സമയം ഇരിക്കും. ആ സമയത്ത് നമ്മൾ ഫോണിലായിരിക്കും പലരും ഫോൺ എടുത്ത് നോക്കുകയായിരിക്കും പലരും ചെയ്യുന്നത്. അതിന് പകരം ബുക്ക് എടുത്ത് നോക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ബുക്ക് എന്ന് പറയുമ്പോൾ നോവൽസ് ഒന്നും ആവരുത്. അതിന് പകരം ആ ഒരു ഇൻഡസ്ട്രി എന്താണ്, നിങ്ങൾ പോയ കമ്പനി ഒരു ക്രിയേറ്റീവ് ഫീൽഡാണെങ്കിൽ മേ ബി നോവൽ എടുത്ത് വായിക്കുന്നതിന് പ്രശ്നമില്ല. അല്ലെങ്കിൽ അവിടെ എന്താണ് ആ ഒരു ഇൻഡസ്ട്രി എന്താണ്, അവിടുത്തെ മാർക്കറ്റ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അതും കുറച്ചുകൂടെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോടൊന്ന് ചിരിച്ചിട്ട് സംസാരിച്ചാൽ അതൊക്കെ നമുക്ക് കുറച്ച് ഈ പേടിക്കൊക്കെ കുറവ് തരും എന്നുള്ളതാണ്. പിന്നെ ഈ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു 2 വേ പ്രോസസ്സാണ്, 1 വേ പ്രോസസ്സ് അല്ല. അവർ നമ്മളോട് ചോദ്യം ചോദിക്കാമെന്ന് മാത്രമല്ല, നമുക്ക് അങ്ങോട്ടും ചോദ്യം ചോദിക്കാം. അതാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ. പിന്നെ മിക്ക ഇൻ്റർവ്യൂവേഴ്സിനും ഇൻ്റർവ്യൂ ചെയ്യാൻ അറിയില്ല. അവിടെ ഇരിക്കുന്നത് പ്രത്യേകിച്ച് ഫസ്റ്റ് സ്റ്റേജ് ഇൻ്റർവ്യൂ ഒക്കെ ആണെങ്കിൽ അവിടെ ഇരിക്കുന്നത് ആ കമ്പനിയിലെ സൂപ്പർവൈസേഴ്സോ അല്ലെങ്കിൽ ചെറിയ മാനേജേഴ്സൊക്കെ ആയിരിക്കും. അവർക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ അറിയില്ല. നമ്മളെപ്പോലെ തന്നെ അവർക്കും ടെൻഷനുണ്ട്, എന്ത് ചോദ്യം ചോദിക്കും, ആരെ തിരഞ്ഞെടുക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പേടിക്കും, കുറച്ച് നമ്മളെ സഹായിക്കും. ഇൻ്റർവ്യൂവേഴ്സിനോട് നമുക്ക് അങ്ങോട്ടും ചോദ്യം ചോദിക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്താൽ അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ ഈ കമ്പനി എവിടെ എത്തും, എൻ്റെ ഈ പൊസിഷനിൽ ഞാൻ ബെസ്റ്റായി പെർഫോം ചെയ്താൽ എൻ്റെ പൊസിഷൻ അടുത്തതായിട്ട് എനിക്ക് എങ്ങോട്ട് പ്രൊമോഷൻ കിട്ടും, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അത് പ്രത്യേകിച്ച് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ ഒരു സ്വഭാവമൊക്കെ നോക്കിയിട്ട് വേണം അത് ചോദിക്കാൻ. 1-2 ചോദ്യം ചോദിച്ചാൽ തന്നെ ഏകദേശം ആളുടെ ഒരു ക്യാരക്ടർ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് ചോദിക്കണോ അല്ലെങ്കിൽ വേണ്ടെന്ന് തീരുമാനിക്കാം. എങ്ങനെയാണോ ആളെങ്ങനെയാണോ നമ്മളോട്, അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് നിൽക്കണം എന്നുള്ളതാണ്. ചില ഇൻ്റർവ്യൂവേഴ്സൊക്കെ നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറും. അപ്പോൾ അവരോട് നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് അതുപോലെ തന്നെ സംസാരിക്കാവുന്നതാണ്. ചില ആളുകളൊക്കെ വളരെ ബിസിനസ് ലൈക്ക് ആയിരിക്കും, വളരെ ഫോർമലായിരിക്കും, ചോദിക്കേണ്ട ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുക, റാപ്പിഡായിട്ട് ചോദ്യം ചോദിച്ച് പെട്ടെന്ന് തന്നെ ഒരാളെ വിലയിരുത്തി ആളെ പറഞ്ഞേക്കണം എന്നുള്ളൊരു വിഷനായിരിക്കും. അപ്പോൾ അത്തരക്കാരോട് നമ്മൾ അതേ ഒരു ബിസിനസ് ലൈക്ക് ഫോർമൽ രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തായാലും ചിലപ്പോൾ അവിടെ അത്ര നല്ല എക്സ്പീരിയൻസ് കിട്ടിക്കൊള്ളണം എന്നില്ല ഒരു ഇൻ്റർവ്യൂ റൂമിൽ. എങ്കിലും അവിടുന്ന് ഇറങ്ങി പോരുമ്പോൾ ഒരു സ്മൈലൊക്കെ കൊടുത്തിട്ട് തന്നെ വളരെ കോൺഫിഡൻ്റ് ആയി തന്നെ ഇറങ്ങി പോരുക. അത് അവസാനത്തെ നിമിഷവും നിങ്ങളെങ്ങനെ ഇറങ്ങുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അങ്ങോട്ട് എങ്ങനെ കയറി ചെന്നു അതുപോലെ തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇറങ്ങി ഒരു സ്മൈല് കൊടുത്ത് തന്നെ തിരിച്ചിറങ്ങി പോരുക. എന്തായാലും ഈ വീഡിയോ നിങ്ങളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ബുക്കിൽ ഇനി ഒരുപാട് കോൺസെപ്റ്റ്സ് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ ബാക്കി പാർട്ടും ഇതിൽ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ചാനലിൽ. നിങ്ങൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഒന്ന് പറയണം. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.